ഇതാണ് എൻ്റെ ഗ്രാജുവേഷൻ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട്. അങ്ങനെ ഗൗണൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സെറമണി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ഗൗണിന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ തലയിലിരുന്ന സാധനം മുടി അങ്ങ് കുളമാക്കും. എന്തായാലും 3 വർഷം കാത്തിരുന്നില്ലേ ഇതിടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇതൊരു കുഴപ്പമേ അല്ല. ഞങ്ങൾ ഗൗൺ ഇട്ടിട്ട് എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ധനുഷിനെ കണ്ടു, പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ സെറമണിക്ക് വേണ്ടി ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് കയറി. ക്ലാസ് വൈസ് ആയിട്ടാണല്ലോ സ്റ്റേജിലോട്ട് പോകേണ്ടത്, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്ലാസ് വൈസ് ആയിട്ടാണ് ഇരുത്തിയത്. പിന്നെ പതുക്കെ സെറമണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏറ്റവും ഫൺ എന്തായിരുന്നു അറിയാമോ? ടീച്ചർമാരുടെ പരിപാടി ഉണ്ടായിരുന്നേ, അതാണ് ഏറ്റവും കൂടുതൽ ഫണ്ണായിരുന്നത്. അങ്ങനെ അവസാനം മൊമെന്റോ തരാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിലോട്ട് വിളിച്ചു കേട്ടാ. ആദ്യമായിട്ട് റോഹൻ, പിന്നെ റാസിൻ, ടോബി, ആദി ഇവരൊക്കെയാണ് ആദ്യം കയറിപ്പോയത്. അതിനുശേഷമാണ് എന്നെ വിളിച്ചത്. നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാരാണെങ്കിൽ മാക്സിമം അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും സമയത്തിന് കയറി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും മൊമെൻറ്റോയും കാര്യങ്ങളും കിട്ടി. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മൊമെൻറ്റോ. ഗ്രാജുവേഷൻ ഡേ എന്നും പറഞ്ഞ് കിട്ടിയ ഒരു മൊമെൻറ്റോ ആണിത്. കുഴപ്പമൊന്നുമില്ല, ഡിസൈൻസ് ഒക്കെ കൊള്ളാം. എന്തായാലും 3 വർഷം എടുത്ത് ഈ ഒരു സംഭവം കൈ കിട്ടാനായിട്ട്. അല്ല, 3 വർഷം പഠിച്ചാൽ ഈ സംഭവമൊക്കെ കിട്ടുള്ളേ, ആരും ഫ്രീ ആയിട്ടൊന്നും തരയൊന്നുമില്ല. അങ്ങനെ 3 വർഷത്തെ ഞങ്ങളുടെ ജേർണി ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്.